Assalamu alaikum warahmatullahi wabarakatuh, my dear sisters. എല്ലാവരും നല്ല ടയേർഡ് ആണല്ലേ? രാവിലെ മുതലേ ഒരുപാട് യു ഗെയിനിങ് ലോട്ട് ഓഫ് നോളജ് ആൻഡ് ഇൻസൈറ്റ്സ്. അറിവുകൾ ഇങ്ങനെ തുളുമ്പി മറിയുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണല്ലേ? സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ നീഡ് ഫോർ എനി മോർ വട്ട് യു സേ ഒരു മെന്റർഷിപ്പ് ഒരു കൗൺസിലിങ്ങിന്റെ ഒരു ടോക്കിന്റെ ഒന്നും ആവശ്യമില്ല. And maybe which is exactly why they have entrusted this role of closing ceremony upon us, so that we can wrap it up with a solid seal. നിങ്ങൾ ഇന്നിവിടെ ഗെയിൻ ചെയ്ത ആ ഒരു നോളജ് യു വോണ്ട് സ്പിൽ ഇറ്റ് ബാക്ക് വെൻ യു ആർ ഗോയിങ് ബാക്ക് ഹോം. അതിനു വേണ്ടിയിട്ടായിരിക്കും ഒരു ക്ലോസിംഗ് സെറമണിയിൽ. ഐ മീൻ മേ ബി ദാറ്റ്സ് അവർ ഡ്യൂട്ടി, ഐ ഗെസ്. എനിവേ, മാഷാഅല്ലാഹ്, വാട്ട് എ വണ്ടർഫുൾ ആൻഡ് എക്സൈറ്റിംഗ് ഡേ വി ഹാഡ്, റൈറ്റ്? ഇങ്ങനെ ഒരു എംപവേർഡ് ലോട്ട് gathering for the sake of Islam. That is the highlight. Gathering for the sake of Islam. അവിടെയാണ് ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓഫ് കോഴ്സ് ഒരുപാട് ഗ്യാതറിങ്സ് നമ്മൾ കൂടാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ബട്ട് പടച്ചോന്റെ മാർഗത്തിൽ, അവന്റെ മാർഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ an atom's bit നമ്മളെ കൊണ്ട് എന്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന ഒരു നോളജിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച JIH ഞാൻ ആദ്യം തന്നെ എൻ്റെ സന്തോഷവും ഒരു കൺഗ്രാജുലേഷനും അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഐ മീൻ there is an old saying, right? A woman steps out of the house only twice. എപ്പോഴൊക്കെയാണ്? One, when she gets married, from her parents' house to her husband's house, right? And second, from her husband's house to the grave. പണ്ടുള്ള ഒരു സംസാരമായിരുന്നു, റൈറ്റ്? ബട്ട് അതിൽ നിന്നൊക്കെ എത്രയോ മാറി നമ്മളിപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. മാഷാ അല്ലാഹ്, ശരിക്കും അത് അള്ളാഹു സ്തുതി പറയേണ്ട ഒരു അവസ്ഥയാണ്, റൈറ്റ്? സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ടു ourselves first. നല്ലൊരു കൈയ്യടി നമുക്ക് തന്നെ നമുക്ക് കൊടുത്തൂടെ? ഇടയ്ക്കൊക്കെ ദാറ്റ് ഈസ് എസെൻഷ്യൽ. വി നീഡ് ടു പാറ്റ് അവർ ഓൺ ബാക്സ്, റൈറ്റ്? അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്. ബട്ട് അഗെയിൻ, ദാറ്റ്സ് ഓൾ കൾച്ചറൽ സേയിങ്. ഇസ്ലാമിക്കലി അങ്ങനെ ആയിരുന്നോ? റൈറ്റ് സിൻസ് ദി ആഡ്വെന്റ് ഓഫ് ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമുക്ക് ദീന് കൊണ്ടുവന്നിട്ടുണ്ടോ, അന്ന് മുതലേ നമ്മൾ എംപവേർഡ് വിമന്റെ സ്റ്റോറീസ് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്, റൈറ്റ്? അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു, നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും ഒക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ ജീവിച്ചതും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. A very classic example of Khadija radiallahu anha. She was a successful business woman. She had wonderful business acumen, right? Aisha radiallahu anha, she was a very eminent scholar from whom even men used to seek knowledge, right? Khawla bin Salaba, she complained to Muhammad sallallahu alaihi wasallam, and her complaint was answered by whom? The very great Allah Azza wa Jal himself through his verses. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഭാഗ്യമുള്ള ഒരു സംഭവം അതല്ലേ? അള്ളാഹു തന്നെ അതിന് ഉത്തരം നൽകാന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഒരു കംപ്ലൈന്റിന് വേണ്ടിയിട്ട്, ജസ്റ്റ് ഇമാജിൻ ദി ലെവൽ ഓഫ് സ്റ്റാറ്റസ് ദാറ്റ് വി ഹോൾഡ്. മാഷാ അല്ലാഹ്. ആൻഡ് ഷിഫ അൽ അദവിയ, she was a finance minister during Umar radiallahu anhu's time. She had to go into the market, get interacted with men. അങ്ങനെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സോ എവർ സിൻസ് ദീൻ എപ്പോഴാണോ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, അന്ന് മുതലേ സ്ത്രീകൾ എംപവേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വി നോ that is how we have reached here, right? അങ്ങനെ ഒരു എംപവർമെന്റിന്റെ ഒരു സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. And that's exactly where the role of Wings also comes into play. I'm here to represent Wings. Those who don't know what Wings is an acronym for Women's Initiative to Nurture Growth of Society. It's a professional women's platform where we offer professional services to society. It works for the physical, emotional and also spiritual upliftment of women in general, not only Muslim women, women in general, but particularly Muslim women, of course. So here we are to not only talk about empowerment, but also to embody it and to pass it on to others. Wings mainaayittu cheyyunnathu, we talk about balancing rights and responsibilities. നമ്മൾ ഒരുപാട് റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? This is my right, this is my choice, this is my body, I'll do whatever I want. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. But at the same time, what we are forgetting is our responsibilities. Maybe what we are conveniently forgetting is our responsibilities in itself. But organizations like Wings put forth rights മാത്രമല്ല, we need to balance responsibilities along with it too.
അവിടെയാണ് നമ്മളുടെ ആ ഒരു ഡ്യൂട്ടി വരുന്നത്. ബിക്കോസ് വി അൽഹംദുലില്ലാ ആർ ദി എംപവർഡ് ലോട്ട്, വി നോ ദാറ്റ്. ബട്ട് our ഡ്യൂട്ടി, നമ്മൾ ആവശ്യത്തിന് എംപവർഡ് ആയി കഴിഞ്ഞു, ബട്ട് our duty is to pass it on to others. As I always say, the more blessings we have, the more responsible we are to give it back to the society. നമുക്ക് പടച്ചവൻ, ഇപ്പൊ ഷേബ് സാബ് പറഞ്ഞ പോലെ തന്നെ, നമുക്ക് പടച്ചവൻ ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് ഫോർ ടു കീപ് ഇറ്റ് ഫോർ ourselves, but it's also to give it back to the society. അത് നമ്മളുടെ ഫാമിലി മാത്രം നല്ല സെക്യൂർഡ് ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കലല്ല. We need to give in to others as well. And we might also wonder, ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന, ഈവൻ ഇൻ വിങ്സ് ഓൾസോ, നമ്മൾ പുതിയ മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ when we introduce wings to them, I'm already busy. Personally, of course, they are committed. Professionallyയും തിരക്കാണ്. ഇനിയിപ്പോൾ സോഷ്യലിയും കൂടി കമ്മിറ്റ് ചെയ്യാന്ന് പറയുന്നത്, it's really tough. Of course, it is tough. It's not easy at all. But there is a way of looking at it. Because നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെ വലിയൊരു സോഷ്യൽ വർക്കർ ഒന്നും അല്ല, വാട്ട് ക്യാൻ ഐ ഡു ഇൻ ദിസ് ഫീൽഡ്? ബട്ട് റിസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടതാണ് അല്ലേ? റിസ്ക്, ഇംഗ്ലീഷിൽ റിസ്ക് അല്ല, അറബിക്കിലെ റിസ്ക്, വിച്ച് മീൻസ് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു മീനിങ്? പ്രൊവിഷൻ. യൂഷ്വലി ദാറ്റ്സ് വാട്ട് വി സേ, പ്രൊവിഷൻ. അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊവിഷൻ ആണ് അല്ലേ? ആൻഡ് മെയിൻലി ഇറ്റ്സ് റിലേറ്റഡ് ടു വെൽത്ത്. യാ, ബട്ട് റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യന് ലൈഫിൽ എന്തൊക്കെ കൊണ്ട് ബ്ലെസ് ചെയ്തിട്ടുണ്ടോ, അനുഗ്രഹിച്ചിട്ടുണ്ടോ, എവറിത്തിങ് ഇസ് റിസ്ക് ഫോർ ഹിം. ബി ഇറ്റ് ഹിസ് ടൈം, ബി ഇറ്റ് ഹിസ് ഹെൽത്ത്, ബി ഇറ്റ് ഹിസ് ടാലന്റ്, ഹിസ് സ്കിൽസ്. ഈവൻ സോ മച്ച് സോ പറയുന്നത്, ഇപ്പൊ ഒരു ഹൈറ്റ് ആയിട്ടുള്ള, വളരെ ടോൾ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പൊക്കത്തിലിരിക്കുന്ന ഒരു സാധനം അത് എത്താത്ത ഒരാൾക്ക് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് അയാളുടെ റിസ്ക് ആണ്. ദാറ്റ്സ് വാട്ട് ഈസ് ഡൂയിങ് ഫ്രം ഹിസ് റിസ്ക്. അതിൽ പോലും കൂലിയുണ്ട്. സോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇൻ വാട്ട് എവർ വേസ് വി കുഡ് കോൺട്രിബ്യൂട്ട് ടു ദി സൊസൈറ്റി. ആൻഡ് ഓൾസോ ദർ ഇസ് എ ലൈൻ ടു ബി ഡ്രോൺ ആസ് വെൽ. ഇപ്പൊ എംപവർ ഇറ്റ്സ് ഗോയിങ് ടു ഓവർബോർഡ്, റൈറ്റ്? അതാണ് ഇപ്പൊ നമ്മൾ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ്, മറ്റുള്ളവർക്കുള്ള സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വി ഡോണ്ട് നോ വേർ ടു ഡ്രോ ദ ലൈൻ. അതാണ് ഒരു മെയിൻ ഡിഫറൻസ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്തും കണ്ടാലും എടുത്ത് ചാടുക എന്നുള്ളതല്ല, ബട്ട് there's a way of doing it. And the main example or the main role model we have in front of us is Rasulullah sallallahu alaihi wasallam. Rasulullah sallallahu alaihi wasallam എന്താണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിലൂടെ, ആ മാർഗത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അതല്ലാതെ അനാവശ്യമായി അതിനപ്പുറത്തുള്ള ഒരു കാര്യത്തിലേക്കല്ല. Once a scholar has beautifully said, like mankind was in darkness, right? And then Allah gave him the ability to introduce light through candle, of course. First ആദ്യം ഒരു കാൻഡിൽ കണ്ടുപിടിച്ചു, അതിൽ തീ കത്തിച്ചിട്ട് അങ്ങനെ വെളിച്ചം കിട്ടി. And then he also invented electric bulbs. Yeah, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു. അങ്ങനെ കുറെ ഒരുപാട് ബൾബ് കൂടിയിട്ടുള്ള ഷാൻഡ്ലിയേഴ്സ് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് സ്റ്റേഡിയം ലൈറ്റ് ഒക്കെ നമ്മൾ കാണാണെങ്കിൽ ഇറ്റ് വുഡ് ബി thousands of lights, right? സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ ലൈറ്റ് കാണുകയാണെങ്കിൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, രാത്രി അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ you might feel like it's day time, right? അത്രയ്ക്കും വെളിച്ചാണ് ഒരു സ്റ്റേഡിയത്തിലെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ബട്ട് when the sun rises, ഈ പറഞ്ഞ എല്ലാ വെളിച്ചത്തിനെയും മങ്ങലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ ഡിമ്മാക്കിക്കൊണ്ട് the sun rises എന്ന് നമുക്ക് നമ്മുടെ കണ്ണിങ്ങനെ ഇറുക്കി നോക്കേണ്ടി വരും അല്ലെ സൂര്യനെ, ആ ഒരു വിധത്തിൽ. ആൻഡ് ദാറ്റ് സൺ ഇസ് ദ വേ ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിക്കോസ് വേറെ എന്ത് തന്നെ നമ്മളുടെ ഈ ദുനിയാവിലെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കരം എന്താ പറയാ എക്സൈറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണെങ്കിലും, ദ വേ ഓഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇറ്റ് overpowers them all. So if we choose that way, we will never be in darkness. That is what we need to realize. ആ ഒരു വേ ഓഫ് തിങ്കിങ് ആണ് നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ടത്. ആൻഡ് എസ്പെഷ്യലി ഇൻ ദിസ് ടൈം ആൻഡ് ഏജ് ഓഫ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയ നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ അറ്റാക്ക് ഓൺ അവർ റിലിജിയൻ, ഇറ്റ്സ് an attack on our identity, right? It's an attack on our right to live without fear. നമ്മളൊരു മുസ്ലിം എന്ന് നമ്മളുടെ ഐഡന്റിറ്റിയെ, നമ്മളുടെ ആ ഒരു ഡിഗ്നിറ്റിയെ, അതിനൊക്കെ ഉള്ള ഒരു അറ്റാക്കാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഓൺ വർക്ക് പ്ലേസസ് നൗ വി മൈറ്റ് എൻകൗണ്ടർ ഫ്രം അവർ കൊളീഗ്സ് ഈ ഒരു ഇസ്ലാമോഫോബിക് ടോക്സ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹിഡൻ മെസ്സേജസ് ഉള്ള കാര്യങ്ങളും സംസാരങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ശരിക്കും നമ്മുടെ ദീനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. And even Nata Rashi പറഞ്ഞിട്ടുണ്ട്, I'm not sure if she's still here, yeah, the unconscious bias. I mean, it is very true. I think at times even we embody it. Our unconscious bias എന്ന് പറയും. ചിലപ്പം
നമ്മളുടെ ഉള്ളിലുമുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. അധികം ദീന് പ്രാക്ടീസ് ചെയ്യാത്ത, ഹിജാബൊന്നും ഇടാത്ത ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാട്ട് ഡു വി സേ? എന്താ നമ്മൾ പറയാ? there is this modern lady, ഭയങ്കര മോഡേൺ ആയിട്ട് തട്ടൊന്നും ഇടാണ്ട് അല്ലേ, ഒന്നും പ്രാക്ടീസ് ഒന്നും ചെയ്യാണ്ട്, ഷീസ് മുസ്ലിം ബട്ട് ഷീസ് നോട്ട്, എന്താ പറയാ, ഹിജാബി ഒന്നല്ല, ഭയങ്കര മോഡേൺ ആണ്. വാട്ട് ഡസ് ദാറ്റ് എംബോഡി? വാട്ട് ഡസ് ദാറ്റ് മീൻ? അങ്ങനെ പറയുന്നതിനെ കൊണ്ട് ശരിക്കും എന്താ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത്? Does that mean a true Muslim who practices and who wears hijab is a primitive? അവർ പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു പെണ്ണാണെന്നാണ് ഒരു ഹിജാബിയെ കൊണ്ട് നമ്മൾ പറയുന്നത്. നമ്മൾ തന്നെയല്ല ആ ഒരു ഇംപ്രഷൻ കൊടുക്കുന്നത്, റൈറ്റ്? ആ ഒരു മോഡേൺ വുമൺ എന്നുള്ളത് നമ്മൾ നമ്മളുടെ തന്നെ ആ ഒരു തിങ്കിങ്, നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. ബിക്കോസ് ഇസ്ലാം ഇസ് ദ മോസ്റ്റ് മോഡേൺ. വൈ? ബിക്കോസ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ ഇസ് റെലവെന്റ് അറ്റ് ഓൾ ടൈംസ് ടിൽ ദി എൻഡ് ഓഫ് ദി വേൾഡ്. അതുകൊണ്ട് തന്നെ അത് മോഡേണിന്റെ അപ്പുറത്താണ്. വാട്ട് ഹാസ് ടു കം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പൊ അതാണ് നമ്മൾ ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റേണ്ടതുണ്ട്. സോ ഇറ്റ്സ് ഹൈ ടൈം വി ചേഞ്ച് അവർ തോട്ട് പ്രോസസ് ആൻഡ് ഓഫ് കോഴ്സ് അവർ സിലബസ് ഇൻ എവറിത്തിങ്, ബി പാരന്റിങ് ഓർ മാരേജ് ഓർ ചൈൽഡ് റെയറിങ് ഓർ അറ്റ് വർക്ക് സ്പേസസ്, എല്ലാത്തിലും തന്നെ നമ്മളുടെ ആ ഒരു ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മാറ്റേണ്ടതുണ്ട്. അവിടെയാണ് ഇത്തരം ഡിസ്കഷൻസ്, ഇത്തരം ഗ്യാദറിങ്സിന് ഒരു റെലവൻസ്, ഒരു പ്രോമിനൻസ് എന്ന് പറയുന്നത്. ഈവൻ ഈ ഒരു last week we had a discussion and അതിൽ ഞാൻ പറയായിരുന്നു, നമ്മളുടെ മക്കള് they are so ducked into gadgets, like അവര് virtually they are so extroverts but personally കാണുമ്പോൾ they are so introvert. അങ്ങനെയുള്ള മക്കളുണ്ട് ഇപ്പം. I'm coming across such students or such children. They are like ഭയങ്കര ചാറ്റിങ്ങും ഭയങ്കര സ്മാർട്ടും ഇതൊക്കെ ആയിരിക്കും virtually, but personally അല്ലെങ്കിൽ in person, face to face, they don't know how to contact or how to behave or interact. That is really scary actually, and especially with the advent of AI, artificial intelligence, with the advance of this technology, idokke nadannondirikkunna ee oru kaalathu, I think people are becoming more and more individualized, right? Because information is at your fingertips more than ever before, right? Namakku endha vendannu endu vendanna reethiyil nammude munnil ettunnundu. So I really fear that in the coming years, maybe in another 10-15 years, നമുക്ക് ഈ ഒരു കുട്ടികൾ സ്കൂളിൽ പോകുന്ന തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. ബിക്കോസ് ദർ നോ നീഡ് ഓഫ് മെന്റർഷിപ്പ്. അവർക്ക് വേണ്ട നോളജ് ഒക്കെ ദേ ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം ഓൺ ദ സ്ക്രീൻ, റൈറ്റ്? ആൻഡ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൈറ്റ് dwindle in another 10-15 years. That's what I think. And it's really scary because we are getting more and more personalized. ഒരു interaction ഇല്ല. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡൻസി വരുന്നത്. മറ്റുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ്. But if we get everything we want at our fingertips, പിന്നെ നമുക്ക് മറ്റുള്ളവർ ആവശ്യമില്ലല്ലോ. So we are creating a very separate and private world within ourselves that we forget on how to interact with others and how to be dependent on others. But Allah himself reminds us through Surah Al-Asr, وَتَوَاصَوْا بِالْحَقِّ وَتَوَاصَوْا بِالصَّبْرِ, counsel with truth and counsel with patience, right? എന്താണ് അതിലൂടെ പറയുന്നത്? Yeah, it's almost time. അതിലൂടെ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ അതിൽ നിന്ന് തന്നെ ആ ഒരു മെസ്സേജ് ക്ലിയർ ആണ്. ഇസ്ലാം ഇസ് നോട്ട് ഓൺലി ടു കീപ് ഇറ്റ് ഫോർ us but is also to pass it on to others, right? നമ്മൾക്ക് മാത്രം വെക്കാനല്ല. നമ്മളെ ഫാമിലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, once your relationship with God is solid, of course we need to get into society and learn to pass it on to others. That's what we need to do. And especially ഈ ഒരു gathering, of course it's really appreciable, but my question is, ഇതുപോലെ തന്നെ ഒരു gathering മെൻസ് ഫോറത്തിലും കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്ത്രീകൾ മാത്രം എംപവർഡ് പോരാലോ, മതിയോ? I have this question to JIH. Even gents need to have such occasions because usually they have, sorry, no offense, but പറയാനുള്ളത് പറയണം, because usually they have this, എന്തൊരു മൈൻഡ് സെറ്റ്, നമ്മളെല്ലാം ഓക്കെയാണ്, നന്നാവാനുള്ള മറ്റുള്ളവരാണ്. സോ അങ്ങനെയുള്ളൊരു, ബിക്കോസ് എ വെരി സിമ്പിൾ അനാലജി പറയുകയാണെങ്കിൽ തന്നെ ഒരു ബൈക്ക് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ അതിന്റെ 2 വീലും അറ്റ് എ ടൈം കറങ്ങണം, right? The family as an institution is just like that. ഒരു ഫാമിലി സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ both the husband and wife should work together. Not only the wife, not only the children, husband should also be there to support both of them. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു, I'm not talking only about GIH, ഏതൊരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഐഡിയോളജി ആണെങ്കിലും what we have to take care is, സ്ത്രീകൾക്ക് എന്താണ് കൊടുക്കുന്നത്, കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നത്, അത് ജെൻസിനും കൊടുക്കണം. Because that is also very, very essential. എങ്കിലും നമുക്ക് ഫാമിലി ഒരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. And also, as I said, counseling with truth and patience, and that's how it is. And okay, I'd like to end my talk with this beautiful verses, which is one of my favorites from the Quran. Ya ayyatuhan nafsul mutmainna
Irji'i ila rabbika radiyatan mardiya. How beautiful is that calling, right? Don't you all wish to be included in that lovely list of candidates who are eligible for his beautiful Jannah? Don't you? Give me a solid, a fierce yes. Because that's what we all are striving for, right? നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല. Just envision that we all are standing in a queue about to enter Jannah and Allah is calling one by one your names. നീ സ്വർഗത്തിൽ, നീയും സ്വർഗത്തിൽ, നീയും സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ നമ്മൾ പേരുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതൊന്ന് എൻവിഷൻ ചെയ്ത് നോക്കിയേ. അതിനു വേണ്ടിയില്ല നമ്മൾ ഏത് പ്രൊഫഷനാണ് നമ്മൾ ചൂസ് ചെയ്തെങ്കിലും, ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ബി ഇറ്റ് മാൻ ഓർ വുമൺ ഓർ ചിൽഡ്രൻ ഓർ ഹൂഎവർ ഇറ്റ് ഈസ്, ഒരു മുസ്ലിം ആണെങ്കിൽ ദാറ്റ്സ് അവർ എൻഡ് ഗോൾ എന്ന് പറയുന്നത് അല്ലേ. So that, but there's a catch here, $1 million question, because Allah തന്നെ പറയുന്നത് enter in that, well pleased with him and well pleased by him. Of course we are well pleased with our Lord, definitely, because we are very blessed, right? നമുക്കുള്ള അനുഗ്രഹങ്ങളിലൊക്കെ നോക്കിയാൽ തന്നെ we are very grateful to him, extremely grateful to him. But the $1 million question is he pleased with us? Is he pleased with me? That is one question we need to ask before stepping out of this hall, and let that be the takeaway for you from this whole program. So അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഒരു നമ്മുടെ പ്ലീസിംഗ് ആയിട്ടുള്ള, നമ്മുടെയൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഒരു ലിസ്റ്റ് ഓഫ് ഇതിൽ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ആ ഒരു ലിസ്റ്റിൽ പഠിച്ചാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ളൊരു ഗ്യാതറിംഗ്, this Prophecies Summit may it be a catalyst to bring a positive change in the society. And of course, sisters, please do remember our Palestinian brothers and sisters in your duas. Make lots and lots of duas for them. There are moments where duas are accepted, right? Namakariam pala auspicious moments ഉണ്ട്. So make sure they are included in your duas as well. And for that, ലോകത്തിന്റെ ആ ഒരു അറ്റത്ത് നമുക്ക് ചേഞ്ച് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇവിടെ ജീവിക്കുന്ന നമ്മളുടെ ലൈഫിൽ നമ്മൾ ചേഞ്ച് വരുത്തണം. ഓരോ ഇൻഡിവിജ്വലും നമ്മൾ പേഴ്സണലി നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ definitely Allah will bring a change there. Allah will accept that dua and Palestine will be free very soon, inshallah. Let's all make dua for that. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum.